ഹായ് ഓൾ, വെൽക്കം ടു അവർ സെഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് BA സൈക്കോളജി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA സൈക്കോളജിയിലെ ഒരു പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. അപ്പോൾ നാളെയാണ് എക്സാം അല്ലേ? എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കാവുമല്ലോ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മുടെ ഈ പേപ്പർ BA സൈക്കോളജി പേപ്പറാണ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആണ് നമ്മുടെ പേപ്പറിന്റെ പേര്. ഈ പേപ്പറിൽ ടോട്ടലായിട്ട് 6 ബ്ലോക്സ് ആണ് വരുന്നത്. ടോട്ടൽ നമുക്ക് 6 ബ്ലോക്സ് ഉണ്ട്. ഓരോ ബ്ലോക്കിലും നമുക്ക് 4 യൂണിറ്റ്സ് വീതമാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ യൂണിറ്റ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. മൊത്തം നമുക്ക് 24 യൂണിറ്റ്സ് വരുന്നുണ്ട്. ടോട്ടൽ 6 ബ്ലോക്കാണ്. അപ്പൊ ഞാൻ ഓരോ ബ്ലോക്കിലെയും പ്രധാനപ്പെട്ട ഒരു ഓവർവ്യൂ, ആ ഒരു ബ്ലോക്കിന്റെ ഓവർവ്യൂ നിങ്ങൾക്ക് തരാം. അതിൽ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കൊളോണിയൽ റോൾ ഇൻ ഇന്ത്യ. അപ്പോൾ കൊളോണിയൽ റൂളിന്റെ ആ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസിന്റെ വരവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസിന്റെ വരവിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള യൂറോപ്യന്മാർ ആരാണ്? 1498 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നതോട് കൂടിയിട്ടാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് യൂറോപ്യൻസ് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫ്രഞ്ചുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയുണ്ടായി. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ ഇവിടെ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് എന്താ വരുന്നത്? കൺസോളിഡേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ വന്നു, അവര് പ്ലാസി ബക്സർ യുദ്ധങ്ങളിലൂടെ ഇന്ത്യയിൽ അധികാരം സ്ഥാപിച്ചു. അതിനുശേഷം ഇന്ത്യയിലെ പല പ്രദേശങ്ങളും അവരോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്, ബ്രിട്ടീഷ് പ്രദേശത്തോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവരുടെ നികുതി സമ്പ്രദായങ്ങൾ, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3, റെസിസ്റ്റൻസ് ടു ബ്രിട്ടീഷ് റൂൾ ആണ്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ജനങ്ങളെ കൂടുതൽ വലയ്ക്കുകയുണ്ടായി. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അവര് റെസിസ്റ്റൻസ് ഉയർത്താൻ തുടങ്ങി. അപ്പൊ അത്തരത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കലാപങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള 1857 കലാപത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്, ബ്ലോക്ക് ഫോർ എമർജൻസ് ഓഫ് നാഷണൽ കോൺഷ്യസ്നെസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നാഷണൽ കോൺഷ്യസ്നെസിന്റെ ഒരു എമർജൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു ദേശീയ അവബോധത്തിന്റെ ഉയർച്ച ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തായിട്ട് വരുന്നതാണ് ബ്ലോക്ക് 5, ഏർലി ഫേസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്. നമ്മുടെ നാഷണൽ മൂവ്മെന്റിന്റെ ഒരു ഏർലി ഫേസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ബ്ലോക്കിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്? മിതവാദികള്, തീവ്രവാദികള്, അതുപോലെ തന്നെ ഒരു വിപ്ലവ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ട് നമ്മുടെ നാഷണൽ മൂവ്മെന്റിന്റെ ആദ്യ കാലഘട്ടത്തെ കുറിച്ച്, അതിന്റെ ഒരു ഏർലി ഫേസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് നാഷണൽ മൂവ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ നാഷണൽ മൂവ്മെന്റിനെ നമ്മുടെ 1ാം ലോക മഹായുദ്ധം എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുണ്ടായത്? 1ാം ലോക മഹായുദ്ധത്തോടു കൂടി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ശക്തി കുറഞ്ഞു വരാൻ തുടങ്ങി. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യക്കാര് അവരിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്ക് 6ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ ബ്ലോക്കിന്റെയും ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. മൊത്തം നമുക്ക് 24 യൂണിറ്റ്സുകളുണ്ട്. അപ്പൊ എല്ലാവരും പഠിച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഏതായാലും നമുക്ക് ഈ ഒരു പേപ്പർ മൊത്തത്തിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. അതിൽ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് പോകാം. റെഡി അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട പോർഷൻസ് ജസ്റ്റ് നമുക്കൊന്നിങ്ങനെ നോക്കിയിട്ട് പോകാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് വേർ ദ പ്രൈമറി മോട്ടിവേഷൻസ് ഫോർ യൂറോപ്യൻ പവേഴ്സ് ടു സീക്ക് ട്രേഡ് വിത്ത് ഇന്ത്യ ആൻഡ് ഹൗ ഡിഡ് ദ അറൈവൽ ആൻഡ് ഇനീഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ദ പോർച്ചുഗീസ് എക്സിംപ്ലിഫൈ ദീസ് മോട്ടിവേഷൻസ്? അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? യൂറോപ്യൻ പവേഴ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് അവർക്ക് ഉണ്ടായിട്ടുള്ള പ്രാഥമിക
പ്രാഥമികമായിട്ടുള്ള മോട്ടിവേഷൻസ്, ഒരു പ്രൈമറി മോട്ടിവേഷൻസ് എന്തൊക്കെയായിരുന്നു? അപ്പൊ യൂറോപ്യന്മാർ ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാനുണ്ടായിട്ടുള്ള ഒരു പ്രൈമറി മോട്ടിവേഷൻസ് എന്തൊക്കെയായിരുന്നു ആ ഒരു പ്രൈമറി മോട്ടിവേഷൻസ് എന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വലിയൊരു വ്യാപാരം ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു കൺട്രിയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് വളരെ കാലം മുതൽ തന്നെ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഈ ഒരു വ്യാപാരം പ്രധാനമായിട്ടും അറബികൾ വഴിയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അറബികളായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സ്പൈസസിന്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിന്, ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ തുണിത്തരങ്ങൾക്കൊക്കെ യൂറോപ്യൻ കൺട്രീസിൽ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു നേരിട്ട് വ്യാപാരം ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി യൂറോപ്യന്മാർ ശ്രമിച്ചു. ഇതിന് പ്രധാനമായിട്ടുണ്ടായ കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ, യൂറോപ്പില് ഒരുപാട് ശാസ്ത്ര രംഗത്ത് വലിയ പുരോഗതി കൈവരിക്കേണ്ടായി. അപ്പൊ യൂറോപ്പ് ഈ ഒരു സമയത്ത് ശാസ്ത്ര രംഗത്ത് വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിച്ചു. അതോടൊപ്പം തന്നെ 1453 തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഏഷ്യയും യൂറോപ്പും തമ്മിൽ കരമാർഗം വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു കേന്ദ്രമായിരുന്നു. ഇത് തുർക്കി പിടിച്ചടക്കിയതോടുകൂടെ അവർക്ക് നേരിട്ട് വ്യാപാരം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു മേഖല ആവശ്യമായിരുന്നു. അങ്ങനെ അവർ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഫലമായിട്ട് 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങി. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുള്ള വിദേശീയർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരിൽ നിന്ന് 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങുകയുണ്ടായി. ഇതോടുകൂടെ യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങി. അവരെന്ത് ചെയ്തു? അവര് വ്യാപാരത്തിലൂടെ വലിയ ലാഭം നേടുകയുണ്ടായി. അങ്ങനെ അവര് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ ഒരുപാട് പ്രദേശത്ത് വ്യാപാര ബന്ധത്തിലൂടെയൊക്കെ അധികാരം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ പിന്തുടർന്നുകൊണ്ട് ഫ്രഞ്ചുകാര്, ഡച്ചുകാർ, അതുപോലെ ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയിൽ എത്തിച്ചേരുകയുണ്ടായി. അപ്പൊ ബ്രിട്ടീഷുകാർ പിന്നീട് ഇന്ത്യയിലെ ഒരു ആധിപത്യ ശക്തിയായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിലേക്ക് വരാനുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ്, പട്ടുതുണികൾ പോലുള്ള തുണിത്തരങ്ങൾ കൊണ്ട് ഇതിന് യൂറോപ്പിൽ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയുമായിട്ട് നേരിട്ട് വ്യാപാര ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇത് കൈക്കലാക്കുക എന്നതായിരുന്നു ആദ്യ കാലങ്ങളിൽ യൂറോപ്യന്മാരുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇവർ പ്രധാനമായിട്ടും ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ റെഡി അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what were the key outcomes of the Carnatic Wars and how did they contribute to the consolidation of ബ്രിട്ടീഷ് ഡോമിനൻസ് ഇന്ത്യ? അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കർണാട്ടിക് വാർസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കർണാട്ടിക് വാർസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പോൾ കർണാട്ടിക് വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആംഗ്ലോ ഫ്രഞ്ച് മത്സരങ്ങളാണ് നമ്മൾ കർണാട്ടിക് വാർ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ കൊളോണിയൽ മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അവര് കച്ചവടത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സാമ്രാജ്യത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു മത്സരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യയിലെ കർണാട്ടിക് മേഖലയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് നമ്മൾ കർണാട്ടിക് വാർസ് എന്ന പേരിൽ പറയുന്നത്. അപ്പൊ യൂറോപ്പിലെ പ്രധാന ശത്രുക്കളായിരുന്നു ഈ ഒരു ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. അവർ യൂറോപ്പിലെ പ്രധാന ശത്രുക്കളായിരുന്നു. അപ്പൊ അവര് യൂറോപ്പില് പല യുദ്ധങ്ങളും പരസ്പരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയിലെ കർണാട്ടിക് മേഖലയിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്ന യുദ്ധങ്ങളെയാണ് നമ്മൾ കർണാട്ടിക് വാർസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആംഗ്ലോ ഫ്രഞ്ച് മത്സരങ്ങളാണ് ഈ ഒരു കർണാട്ടിക് വാർ. അപ്പൊ യൂറോപ്പിൽ ഉണ്ടാകുന്ന പല യുദ്ധങ്ങളും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഇന്ത്യയിലുള്ള കോളനികളിൽ ഒരു മത്സരങ്ങളായിട്ട് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ 3 കർണാട്ടിക് വാർസ് നടന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് 1746 to 48 വരെയുള്ള കാലഘട്ടങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് കർണാട്ടിക് വാറോ അത് 1749 മുതൽ 1754 വരെയുള്ള കാലഘട്ടത്തിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി തേർഡ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് 1756 63 ഇടയിലുള്ള കാലഘട്ടത്തിലായിരുന്നു കർണാട്ടിക് വാർ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് കർണാട്ടിക് വാർ 1746 മുതൽ 48 വരെയുള്ള പീരീഡിലാണ് ഫസ്റ്റ് കർണാട്ടിക് വാർ നടന്നിട്ടുള്ളത്. എന്തായിരുന്നു ഈ ഒരു ഫസ്റ്റ് കർണാട്ടിക് വാറിന്റെ കാരണം? എന്തായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത്? എന്തായിരുന്നു അതിന്റെ കാരണം? ജസ്റ്റ് പറയൂ, നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതാവുമല്ലോ. എന്തായിരുന്നു ആ ഒരു ഫസ്റ്റ് കർണാട്ടിക് വാറിന്റെ കാരണം എന്ന് പറയുന്നത്?
ഓക്കെ, 1740 ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു കർണാട്ടിക് വാർ അരങ്ങേറിയത്. അപ്പൊ 1740 യൂറോപ്പിലെ ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് എന്തായിരുന്നു, ഈ ഒരു ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം യൂറോപ്പിലാണ് ആരംഭിച്ചത്. അവിടെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും എതിർ ചേരികളിൽ നിന്നായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കർണാട്ടിക് മേഖലയിലെ ഫസ്റ്റ് കർണാട്ടിക് വാർ ആണ് ആദ്യത്തെ കർണാട്ടിക് യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ ഫ്രഞ്ച് ഗവർണർ ആയിട്ടുള്ള ഡ്യൂപ്ലെ ഈ ഒരു യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായി. അപ്പോൾ ബ്രിട്ടീഷുകാര് ഫ്രഞ്ച് കപ്പലുകൾ പിടിച്ചടക്കിയതാണ് ഈ ഒരു യുദ്ധത്തിന്റെ ആസന്ന കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് കോസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്, ബ്രിട്ടീഷുകാര് ഫ്രഞ്ച് കപ്പലുകൾ പിടിച്ചടക്കിയതാണ്. അപ്പോൾ എന്നാൽ ബ്രിട്ടീഷുകാരോട് മത്സരിക്കാൻ ആവശ്യമായിട്ടുള്ള സൈനിക ശക്തി ഫ്രഞ്ചുകാർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മൗറീഷ്യസിൽ നിന്ന് അവർ സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ മൗറീഷ്യസിൽ നിന്ന് വന്നിട്ടുള്ള സൈനികരുടെ സഹായത്തോടുകൂടെ അവർ മദ്രാസ് പിടിച്ചടക്കുകയുണ്ടായി. അങ്ങനെ മദ്രാസ് എന്ത് ചെയ്തു, ഫ്രഞ്ചുകാര് പിടിച്ചടക്കി. ആ സമയത്ത് മദ്രാസ് കർണാട്ടിക് നവാബിന്റെ അധീനതയിലായിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാര് കർണാട്ടിക് നവാബിനോട് തങ്ങളുടെ പ്രദേശം തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ഒരു സമയത്ത് നവാബ് എന്ത് ചെയ്തു, നവാബ് ഫ്രഞ്ചുകാരോട് ഇവിടുന്ന് തങ്ങളുടെ പ്രദേശം വിട്ടുപോകാൻ, ഈ ഒരു മദ്രാസ് വിട്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആജ്ഞാപിച്ചു. പക്ഷെ ഫ്രഞ്ചുകാര് ഇതിന് തയ്യാറായില്ല. അങ്ങനെ ആ സമയത്ത് നവാബിന്റെ സൈന്യവും ഫ്രഞ്ച് സൈന്യവും കൂടെ ഒരു യുദ്ധം ആരംഭിച്ചു. അവര് ഈ ഒരു ആഡയാർ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് അവർ ഏറ്റുമുട്ടിയത്. ഈ ഒരു യുദ്ധം ബാറ്റിൽ ഓഫ് സെന്റ് തോം ആൻഡ് ആഡയാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ബാറ്റിൽ ഓഫ് സെന്റ് തോം ആൻഡ് ആഡയാർ എന്ന് പറയുന്നത്? അത് ഈ ഒരു ഫസ്റ്റ് കർണാട്ടിക് വാറിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളതായിരുന്നു. ഈ ഒരു ഫസ്റ്റ് കർണാട്ടിക് വാറിൽ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, ഫ്രഞ്ച് കപ്പലുകൾ അവർ പിടിച്ചടക്കി. അങ്ങനെ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടുകയും അവർ മദ്രാസ് പിടിച്ചടക്കുകയും ചെയ്തു. അപ്പോൾ മദ്രാസ് കർണാട്ടിക് നവാബിന്റെ അധീനതയുള്ള പ്രദേശമായിരുന്നു. തങ്ങളുടെ പ്രദേശത്ത് നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു നവാബ് എന്ത് ചെയ്തു, ഫ്രഞ്ചുകാരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിനെ സമ്മതിച്ചില്ല. അങ്ങനെ നവാബിന്റെ സൈന്യവും ഫ്രഞ്ച് സൈന്യവും കൂടെ ഏറ്റുമുട്ടി. ആ ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് സെന്റ് തോം ആൻഡ് ആഡയാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു യുദ്ധത്തിൽ നവാബിന്റെ സൈന്യത്തിന് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അവിടെ ഫ്രഞ്ച് സൈന്യമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതേ സമയം തന്നെ എയ്ല ഷപ്പേൽ ഉടമ്പടി പ്രകാരം അവിടെ യൂറോപ്പിൽ യുദ്ധം അവസാനിച്ചു. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കർണാട്ടിക് വാർ അവസാനിക്കാനുണ്ടായ ഉടമ്പടി എന്ന് പറയുന്നത് എയ്ല ഷപ്പേൽ ഉടമ്പടിയാണ്. അപ്പോൾ ഇത് യൂറോപ്പിൽ തുടങ്ങിയിട്ടുള്ള യുദ്ധമാണ് ഒന്നാം കർണാട്ടിക് വാറിന് കാരണമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യൂറോപ്പിലെ എയ്ല ഷപ്പേൽ ഉടമ്പടി പ്രകാരം അവിടുത്തെ യുദ്ധം അവസാനിച്ചു. അതോടുകൂടെ ഒന്നാം കർണാട്ടിക് വാറും ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകി. അങ്ങനെ ഇരു കൂട്ടർക്കും കാര്യമായിട്ടുള്ള ലാഭമൊന്നുമില്ലാതെ ഈ ഒരു യുദ്ധം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഫസ്റ്റ് കർണാട്ടിക് വാർ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ അല്ലേ ഫസ്റ്റ് കർണാട്ടിക് വാർ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് സെക്കൻഡ് കർണാട്ടിക് വാർ എന്താണ്? സെക്കൻഡ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് 1749 മുതൽ 1754 വരെയുള്ള പീരീഡിലാണ് സെക്കൻഡ് കർണാട്ടിക് വാർ നടന്നിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫസ്റ്റ് കർണാട്ടിക് വാർ എന്താണെന്ന് മനസ്സിലായി. ഫസ്റ്റ് കർണാട്ടിക് വാർ ഉണ്ടായിട്ടുള്ള ഉടമ്പടിയും നമുക്ക് മനസ്സിലാവുകയുണ്ടായി അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് കർണാട്ടിക് വാർ ആണ് നോക്കുന്നത്. 1749 മുതൽ 54 വരെയുള്ള പീരീഡിലാണ് സെക്കൻഡ് കർണാട്ടിക് വാർ. ഇനി ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രാദേശിക രാഷ്ട്രീയത്തിലെ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഫ്രഞ്ചുകാരും ഇടപെട്ടതായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയുടെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് സെക്കൻഡ് കർണാട്ടിക് വാർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇവര് ഹൈദരാബാദിലെയും കർണാട്ടിക്കിലെയും പിന്തുടർച്ചാവകാശ യുദ്ധത്തിൽ ഇവരെന്ത് ചെയ്തു, അവര് ഏർപ്പെട്ടു. അപ്പോൾ കർണാട്ടിക്കിലും അതേസമയം തന്നെ ഹൈദരാബാദിലും നടന്നിട്ടുണ്ടായിരുന്ന ചില പിന്തുടർച്ചാവകാശ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഇരു ചേരികളിലായിട്ട് ഇടപെടുകയുണ്ടായി. ഇതിന്റെ ഫലമായിട്ടാണ് സെക്കൻഡ് കർണാട്ടിക് വാർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് പിന്നീട് 1755 പോണ്ടിച്ചേരി ഉടമ്പടി പ്രകാരം അവസാനിക്കുകയുണ്ടായി. അങ്ങനെ ഈ ഒരു ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു യുദ്ധം ബ്രിട്ടീഷുകാരുടെ ആധിപത്യം കർണാട്ടിക്കിന് മേൽ ഉറപ്പിച്ചിട്ടുള്ളൊരു യുദ്ധമായിരുന്നു. ആദ്യ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർക്കായിരുന്നു പൂർണ്ണ വിജയം ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം യുദ്ധത്തിൽ ഫ്രഞ്ചുകാർക്ക് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. കൂടാതെ ബ്രിട്ടീഷുകാർക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കർണാട്ടിക്കിന്റെ മുകളിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഈ ഒരു യുദ്ധത്തോട് കഴിയുകയുണ്ടായി. അപ്പോൾ സെക്കൻഡ് കർണാട്ടിക് വാറിന്റെ പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? 1749
1449 മുതൽ 54 വരെയുള്ള പീരീഡ്. ഈ ഒരു യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി എന്ന് പറയുന്നത് പോണ്ടിച്ചേരി ഉടമ്പടിയാണ്. ഇനി അടുത്തൊരു യുദ്ധം എന്ന് പറയുന്നത് തേർഡ് കർണാട്ടിക് വാർ ആണ്. 1756-നും 63-നും ഇടയിലുള്ള കാലയളവിലാണ് ഈ ഒരു തേർഡ് കർണാട്ടിക് വാർ നടന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് യൂറോപ്പിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സപ്തവത്സര യുദ്ധമാണ്. യൂറോപ്പിൽ സപ്തവത്സര യുദ്ധം ആരംഭിച്ചു. ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? കർണാട്ടിക്കിലും യുദ്ധം അരങ്ങേറി. അങ്ങനെ ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് വാണ്ടിവാഷ് യുദ്ധം എന്ന് പറയുന്ന യുദ്ധം അരങ്ങേറിയിട്ടുള്ളത്. അപ്പോൾ മൂന്നാം കർണാട്ടിക് വാറിന്റെ ഭാഗമായിട്ടാണ് 1760-ലെ വാണ്ടിവാഷ് യുദ്ധം അരങ്ങേറിയിട്ടുള്ളത്. ഈ ഒരു വാണ്ടിവാഷ് യുദ്ധത്തോടുകൂടെ ബ്രിട്ടീഷുകാര് ഫ്രഞ്ചുകാരെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പൂർണ്ണമായി നശിപ്പിച്ച യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ 1760-ലെ വാണ്ടിവാഷ് യുദ്ധമാണ്. മൂന്നാം കർണാട്ടിക് വാറിന്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു മൂന്നാം കർണാട്ടിക് വാർ 1763-ലെ പാരീസ് ട്രീറ്റിയോടുകൂടി ഇത് അവസാനിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു യൂറോപ്പിലെ സപ്തവത്സര യുദ്ധം 1763-ലെ പാരീസ് ഉടമ്പടി പ്രകാരം അവസാനിച്ചു. അതോടുകൂടെ ഇന്ത്യയിലെ കർണാട്ടിക് യുദ്ധം, മൂന്നാം കർണാട്ടിക് യുദ്ധവും അവസാനിക്കുകയുണ്ടായി. അപ്പൊ ഇതോടുകൂടെ ഇംഗ്ലീഷുകാരെന്ത് ചെയ്തു? ഇന്ത്യയിലെ ഒരു വലിയ ശക്തി കേന്ദ്രമായിട്ട് ഉയർന്നു വന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഒരു മൂന്നാം കർണാട്ടിക് യുദ്ധത്തോടുകൂടെ ഇന്ത്യയിലെ ഒരു ശക്തി കേന്ദ്രമായിട്ട് ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ ബ്രിട്ടീഷ് ഡോമിനൻസിനെ ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ഒരു 3 കർണാട്ടിക് യുദ്ധങ്ങളുമാണ്. നമുക്കിതിലൂടെ മനസ്സിലായി അല്ലേ? നമ്മൾ ഓരോ കർണാട്ടിക് യുദ്ധം അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇത് അവസാനിക്കാനുണ്ടായിട്ടുള്ള ട്രീറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് കീ ഫാക്ടേഴ്സ് ഹെൽപ്ഡ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഏർലി സെറ്റിൽമെന്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അതിൻ്റെ ഏർലി സെറ്റിൽമെന്റ്സ് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ സഹായകമായിട്ടുള്ള ഫാക്ടേഴ്സുകൾ എന്തൊക്കെയായിരുന്നു ആ ഫാക്ടേഴ്സുകൾ എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്? ആ ഒരു വർഷം ഏതായിരുന്നു? നമ്മൾ കർണാട്ടിക് വാർസിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞേ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ സെറ്റിൽമെന്റ്സ് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ഇന്ത്യയിൽ അവരുടെ അധികാരം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് 1600-ലായിരുന്നു അല്ലെ? 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് 1600-ലായിരുന്നു. ഓക്കെ, റെഡിയാണോ? എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് 1600. അപ്പൊ 1600-ലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വ്യാപാരം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് മുഗൾ ഭരണാധികാരികളിൽ നിന്ന് അവർക്ക് വ്യാപാരം നടത്താനുള്ള ഒരു അവകാശം നേടിയെടുക്കുകയുണ്ടായി. അങ്ങനെ മുഗൾ ഭരണാധികാരികളിൽ നിന്ന് അവര് ഇന്ത്യയിൽ വ്യാപാരം നടത്താനുള്ള അവകാശം അവർ നേടിയെടുത്തു. 1608-ല് ക്യാപ്റ്റൻ ഹോക്കിൻസ് സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാനുള്ള അവകാശവും നേടിയെടുത്തു. ഇപ്പൊ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചത്, അവരുടെ ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചത് 1600-ലാണ്. അതിനുശേഷം എന്ത് ചെയ്തു? ഇന്ത്യയിൽ വ്യാപാരം നടത്താനുള്ള അവകാശം അവർ നേടിയെടുത്തു. അങ്ങനെയാണ് അവർ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നീട് എന്ത് ചെയ്തു? അവര് സൂററ്റിൽ അവരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ അവര് മുഗൾ സാമ്രാജ്യത്തിലുടനീളം ഫാക്ടറി സ്ഥാപിക്കാനുള്ള ഒരു അവകാശവും നേടിയെടുത്തു. അങ്ങനെ അവര് ഒരു വ്യാപാര കുത്തക ഇന്ത്യയിൽ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ അവര് എന്ത് ചെയ്തു? അവരുടെ പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ്സുകൾ സ്ഥാപിച്ചു. സൂററ്റിലാണ് അവരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയോട് കൂടിയിട്ട് അവര് സൗത്ത് ഇന്ത്യയിലും അവരുടെ ഫാക്ടറികൾ സ്ഥാപിച്ചു. അവര് മദ്രാസിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. അതുപോലെ തന്നെ അവർ സെന്റ് ജോർജ് കോട്ടയൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ അവർ ഇന്ത്യയിൽ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവരുടെ സെറ്റിൽമെന്റ്സുകൾ സ്ഥാപിച്ചുകൊണ്ട് അവർ വ്യാപാരം ശക്തിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അവർ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല അവരുടെ സെറ്റിൽമെന്റ്സുകൾ സ്ഥാപിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തായിരുന്നു? അവർ ഈ ഒരു മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് അവർ ഇന്ത്യയിൽ അവരുടെ സെറ്റിൽമെന്റ്സുകൾ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള അവകാശം അവർ നേടിയെടുത്തു. ഇതിലൂടെ അവർ ഇന്ത്യയിലുടനീളം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവരുടെ സെറ്റിൽമെന്റ്സുകൾ സ്ഥാപിക്കുകയായിരുന്നു. കൂടാതെ അവർ നികുതി നൽകാതെ വ്യാപാരം നടത്താനുള്ള ഒരു അവകാശവും അവർ നേടിയെടുക്കുകയുണ്ടായി. പ്രധാനമായിട്ടും അവർ ഫ്രീ ട്രേഡ് റൈറ്റ്സുകൾ അവർ എന്ത് ചെയ്തു? അവിടുത്തെ ഭരണാധികാരികളിൽ നിന്ന് നേടിയെടുക്കുകയുണ്ടായി. ഇതിലൂടെ ഇന്ത്യയിലെ ഒരു വ്യാപാര ശക്തിയായിട്ട് ഉയരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഒരു വ്യാപാര ശക്തിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്.
ഈ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അനലൈസ് ദ കോസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി. എന്നാണ് ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നിട്ടുണ്ടായിരുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു യുദ്ധമായിരുന്നു അല്ലെ? എന്നാണ് ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നിട്ടുണ്ടായിരുന്നത്? ഏത് ഇയർ ആയിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി ഡേ എന്ന് പറയുന്നത്? നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയർന്നു വന്നിട്ടുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നിട്ടുള്ളത് അല്ലെ? അപ്പോൾ 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്? ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്, പ്ലാസി യുദ്ധം ഇത് നടന്നിട്ടുണ്ടായിരുന്നത് സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു ഈ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ബംഗാളിലാണ് പ്ലാസി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ബംഗാളിനെ നേടിയെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും ഫലഭൂയിഷ്ഠവുമായിട്ടുള്ള ഒരു മേഖലയായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അവരുടെ വാണിജ്യ താല്പര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ബംഗാൾ. കൂടാതെ ബംഗാളിലെ പല പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഹൂഗ്ലി, പാറ്റ്ന, കൽക്കത്ത തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ അവർക്ക് പാണ്ഡികശാലകൾ ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർക്ക് അവരുടെ ട്രേഡിന് ആവശ്യമായിട്ടുള്ള പാണ്ഡികശാലകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ ഒരു കിടപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗാൾ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. കൂടാതെ ബംഗാൾ ഉൾക്കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയൊക്കെ ആ ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബംഗാളിനെ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് വ്യാപാരം വളരെയധികം സുഖകരമായിരുന്നു. ഒരുപാട് പോർട്ടുകളുള്ള ഒരു പ്രദേശമായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. കൂടാതെ ബംഗാളിനെ കീഴടക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെ കീഴടക്കുക എന്നത് വളരെ എളുപ്പമുള്ളൊരു മാർഗമായിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബംഗാളിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്ലാസി യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്ലാസി യുദ്ധം അവിടുത്തെ ബംഗാൾ നവാബായിട്ടുള്ള സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആയിട്ട് നടന്നിട്ടുള്ള യുദ്ധമായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കോസസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? അതിൽ ഫസ്റ്റ് പറയുന്നത് കമ്പനി ഓവർ ഫോർട്ടിഫിക്കേഷൻസ് ആണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? അവര് കൊൽക്കത്തയെ ഒരു മതിലുകൾ കെട്ടിയിട്ട്, അവർ കോട്ട കെട്ടിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. നവാബിന്റെ അനുമതി ഇല്ലാതെ അവർ കൊൽക്കത്തയെ കോട്ട കെട്ടിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. കൂടാതെ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ട്രേഡ് റൈറ്റ്സുകൾ ഉണ്ടായിരുന്നു. വ്യാപാര അവകാശങ്ങൾ, അധികാരങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യാപാര അവകാശങ്ങളെ അവരെന്ത് ചെയ്തു? അത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്ലാസി യുദ്ധത്തിന്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് എന്താണ്? നവാബിന്റെ അനുമതി ഇല്ലാതെ കൊൽക്കത്തയെ മതിൽ കെട്ടി അല്ലെങ്കിൽ കോട്ട കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ട്രേഡ് റൈറ്റ്സ് ഒക്കെ അവർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു യുദ്ധത്തിന്റെ കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതില് പ്രകോപിതനായിട്ടുള്ള നവാബ് ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം നടപടിയെടുത്തു. ഇതിനെ തുടർന്നിട്ട് ബ്രിട്ടീഷുകാർ നവാബിനെതിരെ തിരിഞ്ഞു. അപ്പൊ നവാബുമായിട്ട് ഒരു സൗഹൃദ സമാധാന ഉടമ്പടിക്കൊക്കെ അവർ തയ്യാറായിരുന്നു. പക്ഷേ അതേ സമയം തന്നെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവരോട് അനുഭാവം പുലർത്തുന്ന, അവരോട് വിധേയത്വം പുലർത്തുന്ന ഒരാളെ അവിടെ നവാബാക്കുക എന്നതായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരോട് വിധേയത്വം പുലർത്തുന്ന ഒരാളെ നവാബാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് സിറാജുദ്ദൗളയുടെ സൈന്യത്തിൽ തന്നെ പെട്ടിട്ടുള്ള മിർ ജാഫറെ അവരെന്ത് ചെയ്തു? അവര് ഇത്തരത്തില് അതിനെ നിയമിച്ചു. അങ്ങനെ സിറാജുദ്ദൗളയുടെ സൈന്യത്തിലെ ഒരു വിഭാഗം ആളുകൾ ഈ ഒരു ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധം നടന്ന സമയത്ത് യുദ്ധം ചെയ്യാതെ മാറി നിന്നു. അങ്ങനെ സിറാജുദ്ദൗള ചതിയിലൂടെ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാര് അവിടെ വിജയിക്കുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത് ഇതോടുകൂടിയിട്ടാണ്. അപ്പൊ 1757 പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള യുദ്ധമാണ്. പക്ഷെ അവര്
ശരിയായ രീതിയിലൂടെ അല്ല ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്, ചതിയിലൂടെയായിരുന്നു. സിറാജ് ദൗളയെ ചതിയിലൂടെ വകവരുത്തിക്കൊണ്ടാണ് അവർ ഇവിടെ വിജയം നേടിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു? ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു? പ്ലാസി യുദ്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു. ബ്രിട്ടീഷുകാരാണ് ഇവിടെ വിജയിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിന് എന്ത് ചെയ്തു? പ്ലാസി യുദ്ധം അടിത്തറയിട്ടു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ഒറ്റയടിക്ക് ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയർന്നു വന്നു. പ്ലാസി യുദ്ധത്തോടുകൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒറ്റയടിക്ക് ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയർന്നു വരികയുണ്ടായി. അതോടൊപ്പം തന്നെ ബംഗാളിൽ ആധിപത്യം നേടാനും ക്രമേണ ഇന്ത്യ മുഴുവനും കീഴടക്കാനും ബ്രിട്ടീഷുകാർക്ക് ഇതോടുകൂടി കഴിഞ്ഞു. അപ്പൊ പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ എന്ത് ചെയ്തു? അവർ ആധിപത്യം നേടി. അതോടൊപ്പം തന്നെ ക്രമേണ ഇന്ത്യ മുഴുവൻ കീഴടക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് കഴിയുകയുണ്ടായി. ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കൊളോണിയൽ ശക്തിയായിട്ട് മാറുകയുണ്ടായി. ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഒരുപാട് ശക്തികൾ, യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു യുദ്ധത്തോടുകൂടെ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊളോണിയൽ ശക്തിയായിട്ട് മാറുകയുണ്ടായി. അതോടൊപ്പം തന്നെ ബംഗാളിലെ അളവറ്റ ധനം അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതവരെന്ത് ചെയ്തു? അത് ബ്രിട്ടനിലേക്ക് അത് കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ പ്ലാസി യുദ്ധത്തോടുകൂടി ബംഗാളിലെ വ്യാപാര കുത്തകയുടെ അവകാശവും ഈ ഒരു കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് വൻതോതിൽ വിഭവ ചോർച്ച ആരംഭിച്ചത് ഈ ഒരു പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന എന്തൊക്കെയായിരുന്നു? പ്ലാസി യുദ്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ഒറ്റയടിക്ക് ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയർന്നു. അവർ വ്യാപാരത്തിന് വേണ്ടി വന്നവരായിരുന്നു. എന്നാൽ പ്ലാസി യുദ്ധത്തോടുകൂടെ അവർ ഒറ്റയടിക്ക് എന്ത് ചെയ്തു? ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയരുകയുണ്ടായി. ബംഗാളിൽ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടെ അവർക്ക് ക്രമേണ ഇന്ത്യ മുഴുവൻ കീഴടക്കാൻ വേണ്ടി കഴിയുകയുണ്ടായി. ഇപ്പോൾ ബംഗാളിലെ ഒരു ആധിപത്യ ശക്തിയായി ഉയർന്നുകൊണ്ട് അവർ ബംഗാളിലെ അളവറ്റ ധനം ബ്രിട്ടനിലേക്ക് അവർ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ കൂടാതെ അവർക്ക് ബംഗാളിലെ വ്യാപാര കുത്തകാവകാശവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പ്ലാസി യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസുകളായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ദ ബാറ്റിൽ ഓഫ് ബക്സർ. അപ്പോൾ നമ്മൾ ബാറ്റിൽ ഓഫ് പ്ലാസി എന്താണെന്ന് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം എന്താണെന്ന്? 1757 നടന്നിട്ടുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഈ ഒരു യുദ്ധത്തോട് കൂടിയിട്ടാണ് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാറ്റിൽ ഓഫ് ബക്സറും ബാറ്റിൽ ഓഫ് പ്ലാസിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി എന്താണെന്ന് ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ബാറ്റിൽ ഓഫ് പ്ലാസി ബംഗാളിൽ സിറാജ് ദൗളയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധമായിരുന്നു. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെന്ത് ചെയ്തു? ഈ ഒരു യുദ്ധം, പ്ലാസി യുദ്ധം കഴിഞ്ഞതോടുകൂടെ അവര് തങ്ങൾക്ക് വിധേയത്വമുള്ള ഒരാളെ അവിടെ നവാബാക്കി. അങ്ങനെയാണ് അവിടെ മിർ ജാഫർ നവാബായിട്ട് വരുന്നത്. ഈ ഒരു സിറാജ് ദൗളയുടെ സൈന്യത്തിലുള്ള ഒരാളായിരുന്നു മിർ ജാഫർ ഇവിടെ അധികാരത്തിലെത്തി. അങ്ങനെ മിർ ജാഫർ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എപ്പോഴും കമ്പനിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ മിർ ജാഫറിന് കഴിഞ്ഞില്ല. ഇതോടുകൂടെ ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു മിർ ജാഫറിനോട് ഒരു നീരസം അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ സിറാജു ദൗളയുടെ ശേഷമാണ് മിർ ജാഫർ അധികാരത്തിലേറിയത്. എന്നാൽ മിർ ജാഫറിന് ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ട ആ കുടിശ്ശിക നേരാവണ്ണം നൽകാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടെ കമ്പനിക്ക് മിർ ജാഫറിനോട് നീരസം വന്നു. അപ്പൊ അതോടുകൂടെ അവരെന്ത് ചെയ്തു? ഒന്നും കൂടെ അവർക്ക് അനുകൂലമായിട്ട് നിലനിൽക്കുന്ന മറ്റൊരു ഭരണാധികാരി അവിടെ നിലനിർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള മിർ കാസിമുമായിട്ട് അവർ രഹസ്യ ധാരണയിൽ ഒപ്പുവെക്കുകയും അവര് മിർ ജാഫറിനെ പുറത്താക്കിക്കൊണ്ട് മിർ കാസിമിനെ അധികാരത്തിലേറ്റുകയും ചെയ്തു. അപ്പോൾ പ്ലാസി യുദ്ധത്തിന് ശേഷമാണ് ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മിർ കാസിം അവിടെ ബംഗാളിന്റെ നവാബായിട്ട് അധികാരത്തിലെത്തി. പക്ഷേ മിർ കാസിം മിർ ജാഫറിനെ പോലെ കമ്പനിയുടെ ഒരു പപ്പറ്റായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. മിർ കാസിം എന്ന് പറയുന്നത് കഴിവുറ്റൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കളിപ്പാവയായിട്ട് നിലനിൽക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം കമ്പനിയുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വതന്ത്രനാവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒരു കമ്പനിക്ക് മുകളിൽ അവരുടെ ഈ ഒരു കച്ചവട തീരുവയ്ക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ അതുവരെ കമ്പനി ഫ്രീ ട്രേഡ് പോളിസി വെച്ചിട്ടായിരുന്നു അവിടെ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ അദ്ദേഹം വീണ്ടും നിർണയിക്കുകയുണ്ടായി.
അപ്പൊ ഇതോടുകൂടി കമ്പനിക്ക് മിർ കാസിമിനോടും ഒരു നീരസം വരാൻ കാരണമായി. അങ്ങനെ കമ്പനിക്കെതിരെ മിർ കാസിം കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നടപടികൾ കമ്പനിയെ കുപിതരാക്കി. അവർ മിർ കാസിമിനെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെ അവർ മിർ കാസിമിന് നേരെ അഴിച്ചുവിടുകയുണ്ടായി. അങ്ങനെ മിർ കാസിം ഇതിൽ പരാജയപ്പെട്ടതോടുകൂടി അദ്ദേഹം അവധിയിലേക്ക് രക്ഷപ്പെട്ടു. അപ്പോൾ കമ്പനിയുമായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ നേരിട്ടു. അതിൽ പരാജയപ്പെട്ട മിർ കാസിം അവധിയിലേക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ അവധിയിൽ എത്തിച്ചേർന്ന മിർ കാസിം അവിടെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അവിടുത്തെ അവധിലെ നവാബുമായിട്ട് അതുപോലെ തന്നെ മുഗൾ ഭരണാധികാരിയായിട്ടുള്ള ഷാം ആലമുമായിട്ടൊക്കെ ഒരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഒരു സഖ്യം രൂപീകരിച്ചു. അവധിലെ നവാബുമായിട്ടും മുഗൾ ചക്രവർത്തിയുമായിട്ടും അദ്ദേഹം ഒരു സഖ്യം രൂപീകരിച്ചു. ഈ ഒരു സഖ്യം 1764 ബ്രിട്ടീഷുകാരോട് ഒരു യുദ്ധം ആരംഭിച്ചു. ഈ ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ ശേഷം നടന്നിട്ടുള്ള യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് പറയുന്നത്. ഈ ഒരു ബക്സർ യുദ്ധത്തിൽ പ്രധാനമായിട്ടും 2 ചേരികളായിരുന്നു. ഒരു ചേരിയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, എതിർ ചേരിയിൽ മിർ കാസിം, അതോടൊപ്പം തന്നെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാ ആലമും അവധിലെ നവാബുമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാര് വൻ വിജയമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്തു? അവര് ഈ ഒരു മിർ കാസിം അതുപോലെ തന്നെ അവരുടെ എതിർ ചേരിയിലുണ്ടായിരുന്ന വിഭാഗക്കാർ ആ ഒരു സഖ്യത്തെ അവർ പരാജയപ്പെടുത്തിക്കൊണ്ട് അവര് വൻ വിജയം നേടുകയുണ്ടായി. അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക യുദ്ധങ്ങളിൽ ഒന്നായിട്ട് ബക്സർ യുദ്ധം മാറുകയുണ്ടായി. അപ്പൊ ഇംഗ്ലീഷുകാര് ഈ പ്ലാസി യുദ്ധത്തിൽ ചതിയിലൂടെയാണ് വിജയം നേടിയതെങ്കിൽ അവര് ബക്സർ യുദ്ധത്തിൽ തങ്ങളുടെ സൈനിക മികവ് തെളിയിക്കുകയുണ്ടായി. അപ്പൊ പ്ലാസി യുദ്ധത്തിൽ അവര് ചതിയിലൂടെയാണ് വിജയം നേടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തു? ബക്സർ യുദ്ധത്തിൽ തങ്ങളുടെ സൈനിക മികവിലൂടെ വിജയം നേടിയിട്ടുണ്ടായിരുന്നത്. ബക്സർ യുദ്ധത്തോടുകൂടെ ബ്രിട്ടീഷുകാര് ബംഗാളിലെ യഥാർത്ഥ അധിപന്മാരായി മാറുകയുണ്ടായി. കൂടാതെ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലും ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടു. ഇതാണ് ഈ ഒരു ബക്സർ ആൻഡ് പ്ലാസി യുദ്ധങ്ങൾ തമ്മിലൊരു കമ്പാരിസൺ എന്ന് പറയുന്നത്. പ്ലാസി യുദ്ധം വിജയിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിച്ചിട്ടുണ്ടായിരുന്നത് അവർ ചതിയിലൂടെയായിരുന്നു, ചതിപ്രയോഗത്തിലൂടെയായിരുന്നു. എന്നാൽ ബക്സർ യുദ്ധം അവർ സൈനിക മികവിലൂടെയാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, ക്ലിയർ ആണല്ലോ. പ്ലാസി ആൻഡ് ബക്സർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഈ 2 യുദ്ധങ്ങളിലൂടെയായിരുന്നു. ബംഗാളിൽ അവർ പൂർണ്ണ അധികാരം നേടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു യുദ്ധങ്ങളിലൂടെയായിരുന്നു. ഇതിന് ശേഷമാണ് അവർ എല്ലാത്തരം നികുതി സമ്പ്രദായങ്ങൾ, അതുപോലെ അവർ ഇന്ത്യയിൽ ഒരു ശക്തിയായിട്ട് ഉയർന്നു വരാനുള്ള എല്ലാത്തരം കാര്യങ്ങളും ബംഗാളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. യുദ്ധത്തിൽ അവർ വിജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവർ ബംഗാൾ പിടിച്ചടക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ബംഗാളിൽ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറിയതും ഇന്ത്യയെ മൊത്തത്തിൽ അവർ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും. ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ. ബംഗാളിലെ ഡുവൽ ഗവൺമെന്റ് 1765 സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ബംഗാളിലെ ഒരു ഡുവൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ബംഗാളിലെ ഡുവൽ ഗവൺമെന്റ്? ഈ ഒരു ബ്രിട്ടീഷുകാര് അവരെന്ത് ചെയ്തു? അവര് ഈ ഒരു ബക്സർ യുദ്ധത്തോടുകൂടി ബംഗാളിലെ യഥാർത്ഥ അധിപന്മാരായിട്ട് മാറി. അതോടൊപ്പം തന്നെ അവര് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലും അവരെന്ത് ചെയ്തു? അവര് ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയർന്നു വന്നു. അവിടുത്തെ അധികാരവും അവരുടെ കീഴിലായി. എന്നാൽ അവർക്ക് ഇവിടെ ഇന്ത്യയിൽ ഭരണം നടത്താൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവർക്കൊരു ഇവിടുത്തെ ഇന്ത്യയിലെ സമ്പത്ത് നേടിയെടുക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അല്ലാതെ ഇന്ത്യയിൽ ഭരണം നടത്തുക എന്നൊരു ലക്ഷ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടെ അവിടെ നികുതി പിരിക്കാനുള്ള അവകാശവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ അവർക്ക് സൈനിക നിയന്ത്രണവും അവരുടെ കയ്യിലായി. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ബംഗാളിൽ ആധിപത്യം സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലും അവർ ആധിപത്യം സ്ഥാപിച്ചു. ഇതോടുകൂടെ അവിടുത്തെ നികുതി പിരിക്കാനുള്ള അവകാശം അവർക്ക് കിട്ടി. അതോടൊപ്പം തന്നെ അവർക്ക് അവിടുത്തെ സൈനിക ഭരണവും അവരുടെ കയ്യിലായി. അപ്പോൾ സൈനിക നിയന്ത്രണവും നികുതി പിരിക്കാനുള്ള അവകാശവും കിട്ടിയതോടുകൂടെ സാമ്പത്തിക സൈനിക നിയന്ത്രണം കയ്യിലായ കമ്പനി ഇവിടെ കൂടുതലായിട്ട് അവിടുത്തെ ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഇപ്പൊ
ഭരണം പൂർണ്ണമായിട്ട് ഇംഗ്ലീഷുകാരുടെ നിയന്ത്രണത്തിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ ഭരണം ഏറ്റെടുക്കാൻ കമ്പനി തയ്യാറായില്ല. അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഭരണം നേടിയെടുക്കാൻ അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതിന്റെ ഫലമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ഡുവൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ദ്വിഭരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ദ്വിഭരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ പ്രധാനമായിട്ടും യഥാർത്ഥ അധികാര ശക്തി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരിക്കും. അതോടൊപ്പം തന്നെ ഭരണത്തിനുള്ള ഉത്തരവാദിത്തം അവിടുത്തെ നവാബിന്റെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഭരണത്തിന്റെ ഉത്തരവാദിത്തം നവാബിനാണെങ്കിലും അധികാരം പൂർണ്ണമായിട്ട് കമ്പനിയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഭരണത്തിന്റെ ഗുണഫലങ്ങളൊക്കെ കമ്പനിക്കായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ ദോഷഫലങ്ങളൊക്കെ നവാബിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നല്ല രീതിയിൽ ഭരണം നടത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ടൊന്നും ഈ ഒരു നവാബിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നികുതി പിരിക്കാനുള്ള പൂർണ്ണ അധികാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു. അവരായിരുന്നു നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഭരണത്തിന്റെ ഉത്തരവാദിത്തം മാത്രമായിരുന്നു നവാബിന്റെ കയ്യിലുണ്ടായിരുന്നത്. ഈ രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ദ്വിഭരണ സമ്പ്രദായം ജനങ്ങൾക്ക് ഏറെ ദോഷകരമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കമ്പനിയും നവാബും ജനക്ഷേമത്തിൽ തീരെ താല്പര്യമായിരുന്നില്ല. അപ്പോൾ കമ്പനി കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത എന്തിനായിരുന്നു? നികുതി പിരിച്ചിട്ട് അവര് സാമ്പത്തികപരമായിട്ട് മുന്നേറാനായിരുന്നു. നവാബിനും ആ രീതിയിൽ നവാബിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഭരണത്തിൽ യാതൊരുവിധ താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജനക്ഷേമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും കമ്പനിയോ നവാബോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ദ്വിഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറെ ദോഷകരമായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഫലമായിട്ട് ബംഗാളിൽ ഒരുപാട് ക്ഷാമങ്ങൾ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഡുവൽ ഗവൺമെന്റ് എന്ന് മനസ്സിലായില്ലേ? 1765 ഡുവൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ ആധിപത്യം കയ്യിൽ വന്നതോടുകൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സൈനിക ഭരണവും അതുപോലെ തന്നെ സാമ്പത്തിക നിയന്ത്രണവും കയ്യിൽ വന്നു. എന്നാൽ ഇവിടെ ഭരണം നടത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭരണം അവർ നവാബിന്റെ കയ്യിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നവാബും കമ്പനിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുകയുണ്ടായി. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? നമ്മൾ യൂറോപ്യൻസ് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഒരു ബ്രിട്ടീഷ് ഫ്രഞ്ച് അവരുടെ തമ്മിലുണ്ടായിരുന്ന ഒരു കലഹം അല്ലെ, നമ്മുടെ കർണാട്ടിക് മേഖലയിൽ ഉണ്ടായിരുന്ന കർണാട്ടിക് വാസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ 1757 പ്ലാസി യുദ്ധം, അതുപോലെ ബക്സർ യുദ്ധം, അതിനുശേഷം വന്നുള്ള ഡുവൽ ഗവൺമെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് explain Lord Wellesley's subsidiary alliance system, detailing its conditions and its impact on both the Indian states that adopted it and the British East India Company. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോർഡ് വെല്ലസ്ലിയുടെ സബ്സിഡറി അലയൻസ് ആണ്. എന്താണ് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്? സൈനിക സഹായ വ്യവസ്ഥ അല്ലെ. ബ്രിട്ടീഷുകാര് ബംഗാളിൽ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടെ അവിടുത്തെ കൂടുതൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഇതിന്റെ ഫലമായിട്ട് അവര് കൂടുതൽ സമ്പ്രദായങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ട് വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നിട്ടുള്ള ഒരു സമ്പ്രദായമാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെ അല്ലാതെ തങ്ങളുടെ കീഴിലാക്കാൻ വേണ്ടിയിട്ട് വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പൊ ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്ന് പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ തങ്ങളുടെ രാജ്യത്തെ കമ്പനിയുടെ ഒരു സ്ഥിര സൈന്യത്തെ നിലനിർത്തണമായിരുന്നു. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യണം? അവര് തങ്ങളുടെ രാജ്യത്ത് ഒരു കമ്പനിയുടെ സ്ഥിര സൈന്യത്തെ ഏർപ്പെടുത്തണമായിരുന്നു. കൂടാതെ ഈ ഒരു സൈന്യത്തിന്റെ ചെലവിലേക്കായിട്ട് ഒരു നിശ്ചിത തുക എന്ത് ചെയ്യണം? ആ നിശ്ചിത തുക കൊടുക്കുകയും ചെയ്യണം. കൂടാതെ നാട്ടുരാജ്യത്തിന്റെ വിദേശ നയം കമ്പനിക്ക് മുന്നിൽ അടിയറ വെക്കണമായിരുന്നു. അപ്പൊ നാട്ടുരാജ്യം മറ്റുള്ള ഒരു വിദേശ ശക്തികളുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. അതോടൊപ്പം അവരുടെ സൈന്യത്തെ അവർ പിരിച്ചുവിടുകയും ചെയ്യണമായിരുന്നു. ഇതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട അവിടുത്തെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വ്യവസ്ഥ എന്തായിരുന്നു? സൈനിക സഹായ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യങ്ങൾ അവരുടെ രാജ്യത്തെ കമ്പനിയുടെ ഒരു സ്ഥിര സൈന്യത്തെ നിലനിർത്തുകയും ഇവരുടെ ചിലവിലേക്കായി ഒരു സ്ഥിര സംഖ്യ നൽകുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ അവര് മറ്റുള്ള വിദേശ കൺട്രീസുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ പാടില്ല. അതോടുകൂടെ
തങ്ങളുടെ സൈന്യത്തെ അവർ പിരിച്ചുവിടുകയും ചെയ്യണമായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ഫലമായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സൈന്യം അവരുടെ രാജ്യത്തെ സംരക്ഷിക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ആദ്യം ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്ന ഹൈദരാബാദിലെ നൈസാം ആയിരുന്നു. കൂടാതെ അവധിലെ നവാബും ഇതിൽ ഒപ്പുവെക്കുകയുണ്ടായി. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കമ്പനിക്ക് മാത്രമായിരുന്നു ഇതിന്റെ ഉപകാരം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ള 2 രാജ്യങ്ങൾക്കും യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ഈ ഒരു സബ്സിഡറി അലയൻസ് കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ടും ഉപകാരം മുഴുവൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്, പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ മുഴുവൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമായിരുന്നു. കാരണം യുദ്ധങ്ങളിലൂടെ അല്ലാതെ നാട്ടുരാജ്യങ്ങളിൽ അധികാരം സ്ഥാപിക്കാൻ ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കഴിയുകയുണ്ടായി. അപ്പൊ ലോർഡ് വെല്ലസ്ലി ആണ് സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി, അതിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരുന്നു. ഇനി ഒരു സബ്സിഡറി അലയൻസിന്റെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരുന്നു? ഇതിന്റെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ഇതില് ബ്രിട്ടീഷുകാരുടെ സംരക്ഷണം ഈ ഒരു നാട്ടുരാജ്യത്തിന് ലഭിച്ചിരുന്നെങ്കിൽ കൂടിയും അവരുടെ സൈന്യങ്ങൾ അവർ പിരിച്ചുവിടുകയുണ്ടായി. അവർക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്ന സൈന്യങ്ങൾ അവർ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടെ ആ ഒരു രാജ്യം കൂടുതൽ ദുർബലമാവുകയും തകർന്നടിയുകയും ചെയ്തു. അപ്പോൾ ആ രാജ്യത്ത് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ഭരണമായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാര് യുദ്ധങ്ങൾ ചെയ്യാതെ തങ്ങളുടെ സൈന്യത്തെ അവിടെ നിലനിർത്തുകയും കൂടാതെ നാട്ടുരാജ്യങ്ങളെ തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലുടനീളം നിയന്ത്രണം വ്യാപിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. അപ്പൊ ബ്രിട്ടീഷുകാർക്കാണ് ഇത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഗുണമായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇതിലെ അംഗമായിട്ടുള്ള നാട്ടുരാജ്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ഇതിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർമനന്റ് സെറ്റിൽമെന്റ് ആണ്. അപ്പൊ എന്താണ് പെർമനന്റ് സെറ്റിൽമെന്റ്? അതുപോലെ തന്നെ റൈറ്റ് വാല്യൂ സിസ്റ്റം, പെർമനന്റ് സെറ്റിൽമെന്റും റൈറ്റ് വാല്യൂ സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പെർമനന്റ് സെറ്റിൽമെന്റ്, എന്താണ് റൈറ്റ് വാല്യൂ സിസ്റ്റം നമുക്ക് നോക്കാം. അതിനുശേഷം തമ്മിലുള്ള ഒരു കമ്പാരിസൺസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഒരു നികുതി സമ്പ്രദായമാണ്. അപ്പൊ നികുതി 1793 പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത്, അതുവരെ അവിടെ ഉണ്ടായിരുന്ന ബംഗാളിൽ ഉണ്ടായിരുന്ന നികുതി സമ്പ്രദായം എന്ന് പറയുന്നത് ജമീന്ദാരി സിസ്റ്റം ആയിരുന്നു. ഒരു ജമീന്ദാറിന്റെ കീഴിലായിരുന്നു അവിടെ നികുതി സമ്പ്രദായം നിലനിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിലൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നികുതി ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത്. 1793 പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ബംഗാൾ, ബീഹാർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലാണ് അവർ പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സെറ്റിൽമെന്റ് പ്രകാരം ജമീന്ദാരായിരുന്നു അവിടുത്തെ ലാൻഡ് ലോഡായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നത് ആ ഒരു ഭൂമിയിലെ പൂർണ്ണ അധികാരം ജമീന്ദാർമാർക്കായിരുന്നു. അവരായിരുന്നു കർഷകരിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സിസ്റ്റം എന്ന് പറയുന്നത്, പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ട് ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സിസ്റ്റം എന്ന് പറയുന്നത് അവർക്ക് കറക്റ്റ് ആയിട്ട് ടാക്സ് കിട്ടുക എന്നുള്ളതായിരുന്നു. അവര് ജമീന്ദാർമാർക്ക് ഭൂമി ഉടമസ്ഥാവകാശം ആക്കി കൊടുത്തു. അതിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരവും അവിടെ ജമീന്ദാർമാർക്ക് നൽകി. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ജമീന്ദാർമാർ എന്ത് ചെയ്യണം, അവിടുത്തെ നികുതിയുടെ ഒരു ഫിക്സ്ഡ് റേറ്റ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. 11/10 ഭാഗം. ഈ ഒരു 11/10 ഭാഗം അവർ ഗവൺമെന്റിന് കൊടുക്കണമായിരുന്നു. ഈ രീതിയിലായിരുന്നു പെർമനന്റ് സെറ്റിൽമെന്റ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു നികുതി സമ്പ്രദായമായിരുന്നു. ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലാണ് ഇത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. 1793 ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നത് ആർക്കായിരുന്നു? ജമീന്ദാർമാർക്കായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുത്തിട്ടായിരുന്നത്. അപ്പൊ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജമീന്ദാർമാരിൽ നിക്ഷിപ്തമായിരുന്നു. ജമീന്ദാർമാരായിരുന്നു കർഷകരിൽ നിന്ന് അവര് കുടിശ്ശിക വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ടാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കിട്ടിയിട്ടുള്ള ടാക്സിലെ ഒരു നിശ്ചിത തുക ഗവൺമെന്റ് അവർ എപ്പോഴും അടക്കണമായിരുന്നു.
അപ്പോൾ അവർക്ക് കിട്ടുന്ന നികുതി കുറഞ്ഞാലും ഇല്ലെങ്കിലും എപ്പോഴും ഒരു നിശ്ചിത തുക അവർ ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് അടക്കണമായിരുന്നു. ഇതാണ് അവർ പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ടാക്സ് സിസ്റ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഫാർമേഴ്സ് എന്ന് പറയുന്നത്, കർഷകർ എന്ന് പറയുന്നത്, അവര് കൂലിപ്പണിക്കാരായിട്ട് അവർക്ക് യാതൊരു തരം അവകാശങ്ങളും ഈ ഒരു ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. കൂടാതെ അവർക്ക് കനത്ത നികുതി നൽകേണ്ടി വന്നു. ജമീന്ദാർമാർക്ക് കനത്ത നികുതി നൽകേണ്ടി വന്നു. ജമീന്ദാർമാർ എന്ത് ചെയ്തു? ഈ ഒരു കർഷകരിൽ നിന്ന് കനത്ത നികുതി ഈടാക്കുകയും അവര് സമ്പന്നരാകുകയും ചെയ്തു. ഇതാണ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് റൈറ്റ് വാരി സിസ്റ്റം. റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്ന 1820 റൈറ്റ് വാരി സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഇത് സൗത്ത് ഇന്ത്യയിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ റൈറ്റ് വാരി സിസ്റ്റം കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത്, നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഈ ഒരു ബംഗാൾ, ബീഹാർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഉള്ളതുപോലെ ശക്തരായിട്ടുള്ള ജമീന്ദാർമാര് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയപ്പെടുന്ന പുതിയൊരു സിസ്റ്റം ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റൈറ്റ് വാരി സിസ്റ്റത്തിൽ യാതൊരു തരം ഇടനിലക്കാരും ഉണ്ടായിരുന്നില്ല. നികുതി ഗവൺമെന്റ് നേരിട്ടായിരുന്നു പിരിച്ചിട്ടുണ്ടായിരുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ടായിരുന്നു നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ യാതൊരു തരം ഇടനിലക്കാരും ഉണ്ടായിരുന്നില്ല. അവിടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടൊരു ടാക്സ് റേറ്റ് അവിടെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 50 to 60% എന്നൊക്കെ പറയുമെങ്കിലും എപ്പോഴും ടാക്സ് റേറ്റ് അവർ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതോടുകൂടി ഇവിടെ നേരിട്ടാണ് കർഷകന് ഗവൺമെന്റിന് നികുതി കൊടുക്കുന്നത് എങ്കിൽ കൂടിയും കർഷകര് പലപ്പോഴും കടക്കണിയിൽ ആകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പെർമനന്റ് സെറ്റിൽമെന്റും റൈറ്റ് വാരി സിസ്റ്റവും ഒരു ടാക്സ് സിസ്റ്റത്തിന്റെ ബേസിലാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് കറക്റ്റ് ആയിട്ട് നികുതി കിട്ടുക എന്നത് മാത്രമായിരുന്നു അവർ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ രണ്ടും കർഷകർക്ക് വളരെയധികം ദുരിതം മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ രണ്ട് സിസ്റ്റത്തിന്റെയും ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ രണ്ട് സിസ്റ്റം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ ഭാഗമായിട്ട് ഹെവി ടാക്സ് ആയിരുന്നു കർഷകരോട് ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി റൈറ്റ് വാരി സിസ്റ്റത്തിൽ ഗവൺമെന്റ് ആണ്, പെർമനന്റ് സെറ്റിൽമെന്റിൽ ജമീന്ദാരാണ്. രണ്ട് വിഭാഗക്കാരും കർഷകരോട് ഹെവി ടാക്സ് ആയിരുന്നു ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഇത് വളരെയധികം ദുരിതമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. ഭൂമിയുള്ള ഉടമസ്ഥാവകാശമൊക്കെ അവർക്ക് നഷ്ടപ്പെടാൻ കാരണമാവുകയുണ്ടായി. പെർമനന്റ് സെറ്റിൽമെന്റിൽ ജമീന്ദാർമാരായിരുന്നു ഭൂമിയുടെ അവകാശികൾ. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഭൂമിയുടെ മേൽ യാതൊരു അവകാശം ഉണ്ടായിരുന്നില്ല. റൈറ്റ് വാരി സിസ്റ്റത്തിൽ കർഷകരായിരുന്നു ഭൂമിയുടെ അവകാശികൾ. എങ്കിൽ കൂടി അവര് നികുതി അടക്കാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ ഈ ഒരു പലിശ ഇടപാടുകാർക്ക് തങ്ങളുടെ ഭൂമി കൊടുത്തുകൊണ്ട് അവര് പലിശക്ക് പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിൽ അവരുടെ ഭൂമി നഷ്ടപ്പെടാനും കനത്ത നികുതി ബാധ്യതയിൽ നിലനിൽക്കാനും അവർ കഴിഞ്ഞു. അപ്പൊ അവരുടെ കനത്ത നികുതി ബാധ്യതയും കടബാധ്യതയും മൂലം ഒരുപാട് കർഷകര് എന്ത് ചെയ്തു? അവര് ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കർഷകര് അവര് ഈ കൂടുതലായിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കാർഷിക വിളകളിൽ നിന്ന്, ഭക്ഷ്യവിളകളിൽ നിന്ന് അവർ നാണ്യവിളകളിലേക്ക്, വാണിജ്യ വിളകളിലേക്കൊക്കെ അവർ കൃഷി ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവർ പ്രധാനമായിട്ടും അവരെന്ത് ചെയ്തു? ഫുഡ് ക്രോപ്സ് ആയിരുന്നു അവർ ആദ്യം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ കൂടുതൽ പണം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ വാണിജ്യ വിളകളിലേക്ക്, ക്യാഷ് ക്രോപ്സുകളിലേക്ക് അവരുടെ ഈ ഒരു കൃഷി സമ്പ്രദായം മാറ്റുകയുണ്ടായി. കൂടാതെ ഒരുപാട് ക്ഷാമങ്ങൾ ഈ ഒരു സമയത്ത് പൊട്ടിപ്പുറപ്പെട്ടു. കാരണം അവിടെ ഭക്ഷ്യവിളകൾ കുറഞ്ഞു. അതോടുകൂടി ഒരുപാട് ക്ഷാമങ്ങൾ ഈ ഒരു സമയത്ത് പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ ലാൻഡ് ഓണർഷിപ്പിലും മാറ്റങ്ങൾ ഉണ്ടായി. ജമീന്ദാർ ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റിൽ ലാൻഡ് ഓണർഷിപ്പ് ആർക്കായിരുന്നു? ജമീന്ദാർസിനായിരുന്നു അല്ലെ. അപ്പൊ അവിടെ ലാൻഡ് ഓണർഷിപ്പിലും മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇനീക്വാലിറ്റീസ് വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട്. ഇതൊക്കെയാണ് പെർമനന്റ് സെറ്റിൽമെന്റിന്റെയും റൈറ്റ് വാരി സിസ്റ്റത്തിന്റെയും പ്രധാനപ്പെട്ട ഇമ്പാക്ട്സുകളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ?